നിറച്ചിരിക്കുന്ന മാപ്പിളപ്പാട്ടിന്റെ സ്വർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ഓക്കെ, ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഹൃദയം പാട്ടിൽ പൊതിഞ്ഞ കലാകാരൻ നമ്മുടെ സ്വന്തം നജീംക. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നു മാപ്പിളപ്പാട്ടിന്റെ ഇഷ്ടത്തോഴി സജില സലീം. നമ്മുടെ ഏവരുടെയും സ്നേഹഗായിക നമ്മുടെ സ്വന്തം ജിഷ നവീൻ. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നു പട്ടുറുമാലിലെ ജീവതാളം നമ്മുടെ സ്വന്തം ഓർക്കസ്ട്ര ടീം. നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്തു, ഓർക്കസ്ട്ര ടീമിനെ വെൽക്കം ചെയ്തു. നിങ്ങളൊക്കെ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി ഞങ്ങൾ റെഡിയാണ്. പക്ഷേ നമുക്കിന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു മോർ റെസ്പെക്റ്റബിൾ ഗസ്റ്റ് എന്ന് പറയാൻ പറ്റും. ബിക്കോസ് ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്തപ്പം ചൈൽഡ് ആർട്ടിസ്റ്റിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഓർമ്മയുണ്ടോ? യെസ്, ഫസ്റ്റ് ഫിലിമിൽ തന്നെ അവാർഡ് ഹിറ്റ് ചെയ്തു. അപ്പം ആ ഗസ്റ്റിനെ വെൽക്കം ചെയ്താലോ? യെസ്, സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എബിനി ആദി. എബിനി കുട്ടി, എനിവേസ് ആദ്യം തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എല്ലാവരുടെയും ഓൺ ബിഹാഫ് ഓഫ് ദം ഞാനൊരു വലിയൊരു കൺഗ്രാറ്റ്സ് പറയാം കേട്ടോ. താങ്ക് യു. യെസ്, സ്റ്റേറ്റ് അവാർഡ് ഈസ് സംതിങ് പ്രഷ്യസ് അല്ലേ? ആദ്യത്തെ ഫിലിമിൽ തന്നെ കിട്ടിയത് വാവ്, സൂപ്പർ. അപ്പൊ എന്തായാലും ഏത് സിനിമയ്ക്കാണ് കിട്ടിയത് നമുക്ക് എല്ലാവരും കേൾക്കട്ടെ. എനിക്ക് കുറച്ച് പാടാണ്. എന്തായാലും നമുക്ക് ഇവിടെ ആർക്കെങ്കിലും പറ്റുമോ നോക്കട്ടെ. ജഫ്സൽ ഒന്ന് പറഞ്ഞ ആ പടത്തിന്റെ പേര്. എനിക്ക് ചോക്ലേറ്റ് തരും. പെട്ടെന്ന് പറഞ്ഞേ. ഇല്ല, അത്രേ ഉള്ളൂ. പറഞ്ഞോ, കേട്ടതിൽ വെച്ച് പറഞ്ഞോ. കൊച്ചമ്മോ പൈലോ പൈലോ കൊച്ചമ്മോ. ബെസ്റ്റ് പറഞ്ഞെടുക്കുന്ന ആളും കൊള്ളാം. നിക്ക് നമുക്ക് തീർത്ത് പറഞ്ഞേ കേക്കട്ടെ. കൊച്ചമ്മോ പൗലോ അയ്യപ്പക്കയിലോ. ഓ, ഗുഡ് ഗുഡ് ഗുഡ്. അപ്പൊ നമുക്ക് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. വേണ്ട. എന്താ കാര്യം? ഒന്നറിയില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മള് ഇവിടെ ഒരാളെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. ഓ ഓ ഓ ഓക്കേ, അപ്പൊ അതാണല്ലേ കാര്യം. പക്ഷെ ഏറ്റവും വലിയ ഞങ്ങൾക്ക് ചെലവൊന്നും തന്നിട്ടില്ല. ഞങ്ങൾക്ക് മിഠായി വാങ്ങി തരണം, എന്നാലേ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മിഠായി ചാൻസും തന്നില്ല അല്ലേ നിങ്ങൾക്ക് ആർക്കും? പറഞ്ഞത് പോലും പാടാൻ പോലും ഒരു ചാൻസ് തന്നില്ല ഞങ്ങക്ക്. അത് മോശമായി പോയി. ആരോടൊന്നും പറയാണ്ട് അവിടെ ഒളിച്ചിരിക്കുക. അപ്പൊ ഞാൻ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. 1971 എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫിലിം ആയിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും. ബിക്കോസ് നജീംക മ്യൂസിക് ചെയ്ത് ലാലേട്ടൻ അഭിനയിച്ച് മേജർ രവി സാറാണ് ഡയറക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് എ ബിഗ് പ്രോജക്റ്റ് ആണ്. താങ്ക് യു സോ മച്ച് നജീംക. നമ്മുടെ ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റാർ ആയിട്ട് അവിടെ പോയി നമുക്കിത് പെർഫോം ചെയ്യുന്നുണ്ട്. നജീംക, 1971 മ്യൂസിക്കിനെ കുറിച്ച് നമുക്ക് വേണ്ടിയിട്ട് എന്താണ്? പെട്ടെന്ന് സർപ്രൈസ് ആയി പോയിട്ടോ. ഇതെങ്ങനെ അറിഞ്ഞേ സുറുമി? അപ്പം 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്നാണ് പടത്തിന്റെ പേര്. അതിലൊരു പാട്ടാണ് ഞാൻ ചെയ്യണേ. പാട്രിയോട്ടിക് സോങ് ആണ്. അപ്പോൾ മേജർ രവി സാറാണ് എൻ്റെ ഡയറക്ഷൻ. സാറ് തന്നെയാണ് എനിക്ക് സിനിമയിൽ ആദ്യമായിട്ടൊരു പാടാനും ഒരു അവസരം തന്നത്. അങ്ങനെയൊരു സംഭവമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്തൊരു പാട്ടും ഈ സിനിമയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ ഇവിടെ വെച്ച് ഞാൻ പറയുകയാണ് സാറിനോട്. പിന്നെ ഈ പാട്ട് പാടിയത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഹരിഹരൻ സാറാണ്. ഒരു 6 മിനിറ്റിൻ്റെ ഒരു മെയിൻ സോങ് ആയിട്ടുണ്ട്. പിന്നെ ഒരു പാത്തോസ് വെർഷൻ ഉണ്ട്. ക്ലൈമാക്സ് സോങ് ആണ് സിനിമയുടെ ക്ലൈമാക്സിൽ ഉള്ള പാട്ടാണ്. ഒരു 2 മിനിറ്റ്സ് ഒരു പാത്തോസ് ഞാൻ പാടിയിട്ടുണ്ട്. 2 മിനിറ്റ് വരുന്ന. അങ്ങനെ മൊത്തത്തിലൊരു 8 മിനിറ്റിൻ്റെ ഒരു പാട്ടാണ് ഇതിൽ എനിക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ വലിയ സന്തോഷം ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ പടത്തിൽ തന്നെ ഇങ്ങനൊരു അവസരം, അതൊരു പാട്രിയോട്ടിക് സോങ് തന്നെ ചെയ്യാൻ പറ്റി. അല്ല, സന്തോഷം പറഞ്ഞിരുന്നാ പോരാ. മിഠായിയോടെ മിഠായി തന്ന പ്രശ്നം തീരുമല്ലേ? തീരും. ശരി, മിഠായി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും മിഠായി കിട്ടിയല്ലോ, സന്തോഷമായല്ലോ. പെട്ടെന്ന് കോമ്പറ്റീഷനിൽ റെഡി ആയിക്കോ. എന്താ? നമുക്ക് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യമായി കഥകഥ പാട്ട് റൗണ്ട്.
കഥയാണ് പാട്ട് രൂപത്തിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് പാടുന്ന ഈ റൗണ്ടില്. അപ്പം ഈ റൗണ്ടിനായിട്ട് മുന്ന വെയിറ്റ് ചെയ്യാണ്. വെൽക്കം ചെയ്തോട്ടെ. ഐ വെൽക്കം മുന്ന ഓൺ ദി ഫ്ലോർ ഓഫ് ഈസ്റ്റേൺ കുട്ടിക്കുട്ടി കുട്ടിപ്പട്ടുറുമാൽ. മുന്ന എന്തോ കോസ്റ്റ്യൂം കലക്കിട്ടോ. ക്യാപ്പിന് മാച്ച് ചെയ്ത കോട്ട് ആൻഡ് ഷൂസ് പൊളിച്ചു. താങ്ക് യു. ഇഷ്ടമല്ലേ കോസ്റ്റ്യൂം? സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് അതുപോലെ തന്നെ ഇന്ന് എനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് ഇഷ്ടമായ വേറൊരു കോസ്റ്റ്യൂം ഉണ്ട്. സജിലത്താ രക്ഷയില്ല കേട്ടോ. ഞാൻ എന്തായാലും സലയിൽ വരുന്നുണ്ട്. ഭയങ്കര രസമുണ്ട് കോസ്റ്റ്യൂം കാണാൻ. നമ്മൾ എപ്പോഴും ഇങ്ങനെ മഫ്തയാണ് ഇടുന്നത് കണ്ടിട്ടുള്ളത്. ഇത് കുറച്ച് ഡിഫറെന്റ്. നേരത്തെ മുന്നേ പറയുകയും ചെയ്ത് ഒരു സത്യം പറഞ്ഞ പോലെ ഞാൻ പറയാം, ഒരു അറബിച്ചിയുടെ ലുക്ക് ഉണ്ടല്ലേ എന്ന്. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹിജാബ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കുറേ ടൈപ്പ് കണ്ടു. പക്ഷേ നമുക്ക് ചുറ്റിയെടുക്കാനൊന്നും പറ്റില്ല. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈജിപ്ഷ്യൻ സ്റ്റൈലിൽ. പക്ഷെ ഞാനിവിടെ വന്നിരുന്നു, എല്ലാവരും പറഞ്ഞു സൂപ്പറായിട്ടുണ്ട്, ഡിഫറെൻറ്റ് സ്റ്റൈലായിട്ടുണ്ട്. അപ്പം ഒരാൾ ഇപ്പുറത്തുനിന്ന് പറയാ ഞാനിത് ഏതിനോടാണ് ഉപമിക്കട്ടെ എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക. എന്നിട്ട് പറയാ ഇവൻ്റെ വൈഫ് കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ട് വരുത്തുണ്ട്, അതാണ് ഓർമ്മ വരുന്നത്. അപ്പൊ മൂഡൌട്ടായി. നജീമിക്കല്ലോ, നജീമിക്ക് അതേപോലെ ഒന്നും ഡ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അസൂയയിൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഓക്കെ, അപ്പൊ നമുക്ക് കോൺഫിഡന്റ് ആയില്ലേ? കോസ്റ്റ്യൂം കൊള്ളാം. ആൻഡ് അവിടെ നിന്ന് ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ്, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ ജഡ്ജസ് ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ ഇതേ ജോഷോടെ നന്നായിട്ട് പെർഫോം ചെയ്യുക, നല്ല മാർക്സ് മേടിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇസ്ലാമിൻ സാമ്രാജ്യ അധിപന്മാർ ഖലീഫ തന്റെ ചരിതം ഈണത്തിൽ പാടിടാം ഞങ്ങൾ സഹോദരെ, കേട്ടിടുക ശകലം. ഇസ്ലാമിൻ സാമ്രാജ്യ അധിപന്മാർ ഖലീഫ തന്റെ ചരിതം പാടിടാം ഞങ്ങൾ സഹോദര, കേട്ടിടുക ശകലം. അവിടുത്തെ തന്റെ പ്രജകളുടെ സ്ഥിതി കണ്ടറിവാൻ കറങ്ങി. അങ്ങനെ പോകുന്ന നേരം ഖലീഫ ഉമർ താൻ കാണുകയാ. അങ്ങകലെത്തിയ കുന്നിൻ ചെരുവില ചെറിയൊരു കൂരയതാ. അവിടെത്തിൻ ചെന്ന് ഉമർ തൻ വാതിൽക്കൽ മുട്ടി വിളിച്ചിടുന്നു. ആരാണ് കൂരയിൽ വാഴുന്നറിയുക ജിജ്ഞാസയേറി വന്നു.
ഉമർ ഭരിക്കുകയാണെന്ന് സത്യം മറന്ന് പോയോ. ഞാനിങ്ങനെ ഫേസ്ബുക്ക് ഒക്കെ നോക്കാറുണ്ട്. ഫുൾ ടൈം പ്രോഗ്രാംസും ഫോട്ടോ എടുക്കലും. ഇവിടെ അതുപോലെ തന്നെ ഈക്വലി ഭയങ്കര ജോഷായിട്ട് നിൽക്കുകയാണ് സ്വാതി. ഡാൻസേഴ്സ് ഓഫ് പട്ടുറുമാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും മുന്നയുടെ പെർഫോമൻസ് നമുക്ക് ജഡ്ജസിന് ഇഷ്ടമായി നമുക്ക് ചോദിക്കാം. സജിലത്ത. ഹായ് മുന്ന. ഹായ്. മുന്നയിലേക്ക് വരാം. നമ്മളുടെ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. നല്ല പേരാണ് കേട്ടോ. ഡിഫറെന്റ് നെയിം, റയർ നെയിമാണ് എബിനി. എപ്പോഴും ചിരിച്ചോണ്ടാണല്ലോ മോള് നിൽക്കുന്നത്. കാണാൻ നല്ല സുന്ദരിയാണ്. സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആണ് അല്ലേ? ഓ, വലിയ എന്താ പറയാ, വലിയൊരു നടിയാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ആക്ടിങ് ഇവിടെ കാണിക്കാൻ പറ്റും? ചെറിയ സീക്വൻസ് കാണിച്ചുതരാം. ഏതെങ്കിലും ദേഷ്യപ്പെടുന്ന സീക്വൻസ് എന്തെങ്കിലും ചെയ്യാം. ഡയലോഗ് ഓർമ്മയുള്ളത് പറഞ്ഞു. എന്റെ അപ്പു ഭയങ്കര ശക്തിയുള്ള പൂവാ അക്കരെ കാട്ടിലെ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടാ. അപ്പൂന്റെ ആഗ്രഹം എന്തായാലും നീ സാധിച്ചു തരും. ഉടനെ നോക്കിക്കോ. നമുക്ക് എല്ലാ ഭാവകങ്ങളും നേരെയാണ്. നല്ലൊരു വലിയൊരു എന്താ പറയാ, ഭാവിയിലെ വലിയൊരു നടിയായിട്ട് മാറട്ടെ. അതന്നെ ആയിരിക്കുമല്ലോ അംബീഷൻ അല്ലേ? നടിയാവാനാണോ അതോ പഠിച്ചിട്ട് വലിയ വേറെ എന്തെങ്കിലും ആവട്ടെ കേട്ടോ. മുന്ന അടിപൊളി ഡ്രസ്സാണ്. ഷൂ മാച്ച്, കോട്ടിനനുസരിച്ച് ഷൂ മാച്ച്. എന്താണ് ഡ്രസ്സിങ്ങിലൊന്നും പറയണ്ടല്ലേ. ആദ്യമായിട്ട് അനങ്ങാണ്ട് നിന്ന് പാടുകയാണ് കാണുന്നത്. എന്നാലും മോനെ ഇതൊരുവിധം നന്നായി പാടുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആവണം. മറ്റുള്ള കുട്ടികളൊക്കെ കുറച്ചുകൂടെ നന്നായി വരുന്നുണ്ട്. മോന്റെ ഈ മെലഡി സ്റ്റൈൽ സിംഗിങ് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കാൻ ശ്രമിക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജിലത്ത. നജിംക. സുഖാണോ? അഭിനന്ദനങ്ങൾ കേട്ടോ. വലിയൊരു അവാർഡാണ് കിട്ടിയത് കേട്ടോ. വലിയ സന്തോഷം വന്നതില്. ഓക്കെ, പിന്നെ എങ്ങനെ പാടി? നന്നായിട്ട് പാടിയോ? പാടി. ഓക്കെ ഓക്കെ. ഈ പറഞ്ഞ പോലെ, സജില പറഞ്ഞ പോലെ പെർഫോം ചെയ്തിട്ടാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. പാട്ടില് പറഞ്ഞ പോലെ ഓരോ വാക്കുകൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നവർക്ക് ഒഴുക്കില്ലായിരുന്നു. ചെറിയ ഒരു ബ്രീത്തിന്റെ പ്രശ്നം കൊണ്ടാണോന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ചില ഭാഗങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാം പാടിയിട്ടുണ്ട്, ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ എങ്കിലും ബാക്കിയുള്ളവരൊക്കെ തകർത്ത് പാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി കമ്പയർ ചെയ്യും, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, നല്ലവണ്ണം അപ്പം ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നജീംക. ചേച്ചി ഇബിനി മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
തേർഡ് സ്റ്റാൻഡേർഡ് 4ലോട്ടായി. ആയി. മോളാണോ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യുന്ന ആള് വീട്ടില്? അതെ അല്ലേ? ഒത്തിരി ഇഷ്ടമായിരുന്നു. അച്ഛൻ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, പ്രണയകഥ എന്ന് പറഞ്ഞിട്ട്. അച്ഛൻ ആഡുകൾ ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ഒരു ആഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ മോളൊക്കെ, നമുക്ക് നല്ലൊരു ഭാവി ദൈവം തരട്ടെ. വലിയ കഴിവുള്ളൊരു കുട്ടിയാണ്. ഫസ്റ്റ് മൂവിക്ക് തന്നെ അവാർഡൊക്കെ കിട്ടുക പറഞ്ഞാൽ വലിയൊരു ദൈവാനുഗ്രഹമാണ് അല്ലേ? എന്താ മോളുടെ ഫിലിമിന്റെ കഥ എന്താ? കഥയെന്ന് പറഞ്ഞാൽ ഈ അയ്യപ്പദാസ് എന്ന് പറഞ്ഞ കുട്ടിക്ക് പ്ലെയിനിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ സപ്പോർട്ടിങ് ക്യാരക്ടറാണ് ഞാൻ. അപ്പോൾ ആദ്യം പോകാൻ തോന്നുമ്പോൾ ചിക്കൻ ബോക്സ് ആവും, പോകാൻ പറ്റില്ല. രണ്ടാമത് തുടങ്ങുമ്പോൾ ആളെ അച്ഛൻ മരിച്ചു പോവും. അപ്പോൾ ഈ ഇങ്ങനെ ഒരു കാവുണ്ട്, അവിടെ പൂ വയ്ക്കുമ്പോൾ ആഗ്രഹങ്ങൾ സാധിക്കുമെന്ന് അറിഞ്ഞിട്ടാണ്. ഓക്കെ മോളൊക്കെ, ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ. മോൻ മുന്ന എങ്ങനെ പാടി? പഠിച്ചു പോയോ? അങ്ങനെ ഒരു വികാരം നമുക്കില്ല അല്ലേ? മുന്നേ എനിക്കൊരു സജഷനുണ്ട് മോനെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ സിംഗിങ് ആവാനുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നീ നന്നായി പാടുന്നില്ല എന്നല്ല അർത്ഥം. പ്ലാൻസ് ഒക്കെ നല്ലോണം പാടുന്നുണ്ട്. പാട്ട് നല്ല ഡിഫിക്കൽട്ടാണ്, മെലഡി ഫീലൊക്കെ ഉണ്ട്. ഒരു ഫ്ലോലെസ് സിംഗിങ്, ഒഴുക്കിലുള്ളൊരു സിംഗിങ് വരാനുണ്ട് കേട്ടോ. അപ്പം അതിനെന്തോ വേണം, ബ്രീതിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറുതല്ല, ബ്രീതിങ് ആണ് മോനൊരു പ്രോബ്ലം. പിന്നെ എന്താ പറയുക, മെലഡി എടുത്ത് പാടി പഠിക്കണം. നന്നായി പാടുകയൊക്കെ ചെയ്തു, ഇതാണ്. പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ സത്യം മറന്നു പോയോ, അതങ്ങ് ബ്രത്ത് പോയി, സംഭവം പോയി കേട്ടോ. ഓക്കെ മോനെ, താങ്ക് യു ചേച്ചി. ചേച്ചി ഡ്രസ്സിന്റെ കളർ സ്വിഫ്റ്റ് ആയിരുന്നു കേട്ടോ. താങ്ക്സ്. ഇല്ല ഞാൻ അങ്ങോട്ട് എന്നാ ശരിയാക്കുമായിരുന്നു. നമ്മളിവിടെ കൊള്ളാമെന്ന് പറഞ്ഞു, കുറെ കമന്റ്സ് ഒക്കെ കേട്ടു, ഭയങ്കര രസം എന്നൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞില്ലെങ്കിൽ അയ്യോ, പക്ഷെ എനിക്ക് കളർ ഭയങ്കര ഇഷ്ടം. മിഠായി റൂമിലിട്ടിട്ട് നിന്നെ കൊന്നേനെ. മിഠായി കളർ, മിഠായി പോലെ ഇരിപ്പുണ്ട്. പറഞ്ഞു നന്നായി, താങ്ക്സ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് മിഠായി ജഡ്ജിന്റെ അടുത്ത് ആദ്യം മാർക്സ് ചോദിച്ചാലോ? മിഠായി ജഡ്ജ് ഔട്ട് ഓഫ് 30 ജഡ്ജ് ചേച്ചി 28.5 on 30. 28.5 ഔട്ട് ഓഫ് 30. സുന്ദരനായ നജിമിക്ക് അടുത്ത് ചോദിക്കാം അല്ലേ? ഔട്ട് ഓഫ് 40 38.5. 38.5 പോയിന്റ് എനിക്ക് തരാനുള്ള കേട്ടോ. 38.5 ഔട്ട് ഓഫ് 40. സജിലെത്താ 28.5. 28.5 out of 30. So in total 95.5 out of 100. Happy? അല്ല ഞങ്ങൾ ഹാപ്പി അല്ല. ബിക്കോസ് നമുക്ക് ഏകദേശം ഒരു ടോപ്പ് മാർക്സ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ അത് കാരണം അതിന്റെ അടുത്ത് വരണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മുന്നയുടെ കഥ പാട്ട് റൗണ്ടാണ് നമ്മൾ ഇപ്പോൾ കേട്ട് ആസ്വദിച്ചത്. അടുത്തത് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം ഓൺ ഈസ്റ്റേൺ കുട്ടി പട്ടുറുമാൽ. വെൽക്കം ബാക്ക് ടു ഈസ്റ്റേൺ കുട്ടി പട്ടുറുമാൽ. എപ്പിനി കുട്ടി, അടുത്തതായി കൽബിലെ പാട്ട് റൗണ്ടാണ്. കൽബിലെ പാട്ട് എന്ന് വെച്ചാൽ ദി ഫേവറേറ്റ് സോങ്, കണ്ടസ്റ്റൻസിന്റെ ഫേവറേറ്റ് സോങ്. പക്ഷെ മാപ്പിളപ്പാട്ട് ശൈലിയിലുള്ള ഫേവറേറ്റ് സോങ് ആണ് അവരെടുത്ത് പാടേണ്ടത്. ഓക്കെ, ഈ റൗണ്ടിന് വേണ്ടി മുഹമ്മദ് നസീം വെയിറ്റ് ചെയ്യാണ്. വെൽക്കം ചെയ്തോട്ടെ. വെൽക്കം ചെയ്യാലോ. ഐ വെൽക്കം നസീം ഓൺ ദി ഫ്ലോർ ഓഫ് ഈസ്റ്റേൺ കുട്ടി പട്ടുറുമാൽ. നസീം ചേച്ചി, ഫേവറേറ്റ് സോങ് അല്ലെ? ഫേവറേറ്റ് സോങ് എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം കണ്ടസ്റ്റൻസ് അവർക്ക് പറ്റുന്ന സ്റ്റൈലിലുള്ള പാട്ടുകൾ ഇങ്ങനെ ചൂസ് ചെയ്യാറുണ്ട് അല്ലെ? നസീം ഏത് പാട്ടാ ചൂസ് ചെയ്തിരിക്കുന്നത്? ഞാൻ MG സാറ് പാടിയ കനിവിന്റെ കടലായി. ഓക്കെ, അപ്പൊ എന്തായാലും കുറെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയോ? കുറെ പ്രാക്ടീസ് ചെയ്ത് നോക്കി. ബഷീർക്കൊക്കെ മാക്സിമം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? എന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓക്കെ, മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാട്ടോ. ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കനിവിന്റെ കടലായ ഒരു ജഗന്നാഥൻ, കാരുണ്യവാനായ നാഥൻ,
നസീം, ചേച്ചി ഇപ്പൊ പേടിയുണ്ടോ? ഇപ്പൊ പേടിയില്ല. ഇനി മാർക്കും കൂടി കിട്ടിയാൽ കുറച്ച് സമാധാനം അല്ലേ? പക്ഷെ ഇപ്പൊ നമുക്ക് മാർക്ക് വേണ്ട. നമുക്ക് ഇവിടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. സ്റ്റേറ്റ് അവാർഡ് കിട്ടി, അതും ഫസ്റ്റ് ഫിലിമിൽ തന്നെ. പക്ഷെ നമുക്ക് ഈ ആക്ടിങ്ങിലേക്ക് വരാനുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹം. ഓഡിഷനൊക്കെ പോയിരുന്നോ? അല്ല എങ്ങനെയാണ്? ഓഡിഷന് പോയപ്പോ നമ്മളൊട്ടും വിചാരിച്ചിട്ടില്ല സെലക്ട് ആവുന്നു. അപ്പൊ എങ്ങനെയാ പോയത്? ലൈക് ഫേസ്ബുക്കില് അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടിട്ടാണോ പോയത്? എങ്ങനെയാണ്? അമ്മയുടെ അച്ഛന്റെ ഫ്രണ്ടായിരുന്നു സിദ്ധുമാമൻ. സിദ്ധുമാമൻ ഫിലിം ഫെസ്റ്റിവലിന് എന്തോ ഇതിന് വന്നപ്പോ വീട്ടിലൊക്കെ വരാൻ പറഞ്ഞു. വീട്ടിൽ വന്നു, എന്നെ കണ്ട് പടമൊക്കെ വരച്ചു കൊടുത്തു. അച്ഛൻ ചെയ്തൊരു ആഡ് കാണിച്ചു കൊടുത്തപ്പോ ഓഡിഷൻ വരാമോ ചോദിച്ചു. അപ്പൊ ഞങ്ങളൊക്കെ ചെറിയ കിട്ടത്തില്ല, വിഷമിക്കുന്നുണ്ടോന്നൊക്കെ. പോയിട്ട് സെലക്ട് ആയിരുന്നു. അപ്പൊ ഞങ്ങളൊന്നും ചോദിച്ചില്ല, ചില കുട്ടികളുടെ ഇടയ്ക്ക് വല്ല ഇരിക്കുന്നതായിരിക്കും സീനെന്ന് ചോദിച്ചു. ചെന്നറിയുമ്പോഴാണ് 6 ദിവസം മുമ്പ് വിളിച്ചപ്പോഴാണ് നിങ്ങള് വരണം. ചെന്നപ്പോഴാണ് അറിയുന്നത് ഇത് വലിയൊരു ക്യാരക്ടറാണ്. ഈ ക്ലൈമാക്സിനെ പറ്റി അറിഞ്ഞില്ലായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഞങ്ങള് ഇത് പഠിക്കാൻ പോയി, സ്വിമ്മിങ് പഠിക്കാൻ പോയിരുന്നു. ഈ വെള്ളത്തിന്റെ സീക്വൻസ് ഉള്ളത് കാരണം സ്വിമ്മിങ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായല്ലേ? അതൊരു 10 ദിവസത്തൊക്കെ പഠിച്ചു. വെള്ളത്തിൽ വേണം എങ്ങനെയെങ്കിലൊക്കെ മുകളിലോട്ട് വരാനുള്ളതൊക്കെ പഠിച്ചു. ബട്ട് അതും അറിയണമല്ലോ, നമുക്കിപ്പം ഫിലിമിന് വേണ്ടി എന്തൊക്കെ കുറെ കള്ളത്തിനൊക്കെ കാണിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഫിലിമിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള കിട്ടുള്ളൂ. അപ്പം മെയിൻ ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ അഭിനയിച്ചു അല്ലേ? ആരൊക്കെ ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റ്? ചാക്കോച്ചൻ, മുത്തുമണി ആന്റി, വേണു അങ്കിൾ, KP ആന്റി. എന്തെങ്കിലും പുതിയ റെഫറൻസ് ഒക്കെ വന്നിട്ടുണ്ടോ? അച്ഛൻ്റെ ഒരു സിനിമ ഇപ്പൊ വന്നിട്ടുണ്ട്. അച്ഛന്റെ ഒരു സിനിമയിൽ ചാൻസ് എനിക്ക് വന്നിട്ടുണ്ട്. സൂപ്പർ. എന്തായാലും നമുക്ക് പാട്ടിന്റെ കമന്റ്സിലേക്ക് പോവാം അല്ലേ? ആദ്യം ആരുടെ ചോദിക്കാം? നമുക്ക് നജിമിക്ക ചോദിക്കാം അല്ലെ? നജിമിക്ക ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ കോൺസെൻട്രേഷൻ ഇല്ല അല്ലേ? നജിമിക്ക, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കർണാട്ടിക് ബേസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ? വേണി സാറാണ്, വേണി ഇഗ്നേഷ്യസ് സാറാണ് മ്യൂസിക്, MG സാറാണ് പാടിയത്. നല്ല പാട്ടാണ്, നല്ല പാടി ഫലിപ്പിക്കാൻ പറ്റിയൊരു പാട്ട് തന്നെയാണ്. പിന്നെ കഴിഞ്ഞതിനെക്കാട്ടി ബെറ്ററായിട്ട് പാടിയിട്ടുണ്ട്. കഴിഞ്ഞ റൗണ്ടിൽ ഈ ഒരു ഷിവറിങ്ങിന്റെ പ്രോബ്ലം പറഞ്ഞിരുന്നല്ലോ അല്ലേ? അപ്പൊ അതിൽ നിന്നും കുറെ മാറ്റം വന്നിട്ടുണ്ട്. നീ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് സ്റ്റഡി ആക്കണം എല്ലാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നജിംക. ജിഷി ചേച്ചി, നസീമിന് ജലദോഷം എന്തെങ്കിലും ഉണ്ടോ? സത്യത്തിലുണ്ടോ? തുടക്കത്തിൽ ആലാപിന്റെ എൻഡ് ആയപ്പോഴത്തേക്കും ആ ബേസിലോട്ട് വന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് സ്ലിപ്പായി തോന്നിയായിരുന്നു, മനസ്സിലായിരുന്നു? ഈ ത്രൂ ഔട്ട് ആ ഒരു സെമി ക്ലാസിക്കൽ ആ ഫീലൊക്കെ, സ്വരങ്ങളൊക്കെ അതൊക്കെ നന്നായി തന്നെ ചെയ്തു. ബേസിൽ മോനൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോ എടുത്ത് പറയണ എന്താ അറിയോ, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകും. അപ്പം താഴെ പാടുമ്പോൾ ഇപ്പത്തെ പ്രശ്നം ഹെൽത്ത് പ്രശ്നത്തിന്റെ അല്ലെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. തുറന്നൊക്കെ നല്ലോണം പാടാൻ കഴിവുള്ളതാണ്, പക്ഷെ ഹൈയിൽ പോയി വളരെ തുറക്കുമ്പോഴും നമുക്കൊരു കൺട്രോൾ വേണം വോയിസിന്റെ മുകളിൽ. ഓക്കെ താങ്ക് യു ചേച്ചി. സജിലത്ത, ഒരു ഡിഫറെന്റ് സോങ് ആണ്, ഒരു സെമി ക്ലാസിക്കൽ ടൈപ്പിലുള്ള ഒരു എന്താ പറയുക, പക്ക മാപ്പിളപ്പാട്ട് സ്റ്റൈലിലൊന്നല്ല, ഒരു ഡിഫറെന്റ് സ്റ്റൈലാണ്. എനിക്ക് തോന്നുന്നത് നസീമിന്റെ സിംഗിങ് സ്റ്റൈൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. ഒരു ക്ലാസിക്കൽ ടച്ചസ് വരുന്നുണ്ട് അല്ലേ? ഒരു വിബ്രാറ്റോക്ക് സംഗതികളൊക്കെ പാടുമ്പോൾ ഒരു ക്ലാസിക്കൽ ടച്ചാണ് പൊതുവേ നസീം പാടുന്നതിൽ തോന്നാറ്. പക്ഷെ പാടുന്നുണ്ട് മോൻ, പക്ഷെ നമുക്കൊരു 100% നമുക്ക് കിട്ടുന്നില്ല. അതിന് വേണ്ടിയിട്ട് മോൻ കുറച്ചുകൂടി ഒന്ന് ട്രൈ ചെയ്യുക. ഹെൽത്ത് ഒക്കെ നന്നായിട്ട് കെയർ ചെയ്യുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജിലത്ത. മാർക്സിലേക്ക് പോവാം. ആദ്യം നമുക്ക് സജിലത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. സജിലത്ത, out of 30? On 30, 28.5. 28.5 out of 30. Najimka, out of 40? 38.5. 38.5 out of 40. Jishi Chichi, out of 30? On 30, 28.5. 28.5 out of 30. So in total, 95.5 out of 100. Happy ആണോ? അല്ല അല്ലേ?
നമ്മൾ ഈ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ടൈറ്റായി വരിക അല്ലേ, എലിമിനേഷൻ അടുത്ത് വരിക. ആലോചിച്ച് വർക്ക്ഔട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നസീമിന്റെ പെർഫോമൻസിന് ശേഷം നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുക്കാം ഓൺ ഈസ്റ്റേൺ കുട്ടി കുട്ടി കുട്ടിപ്പട്ടുറുമാൽ. വെൽക്കം ബാക്ക് ടു ഈസ്റ്റേൺ കുട്ടി കുട്ടി കുട്ടിപ്പട്ടുറുമാൽ. എബിനിക്കുട്ടിക്ക് കഥകളൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഈ റൗണ്ടില് കഥകഥ പാട്ട് റൗണ്ട് എന്നാണ്. ഈ റൗണ്ടില് കഥ പാട്ട് രൂപത്തിൽ പാടുകയാണ് നമ്മുടെ കണ്ടസ്റ്റൻസ്. അപ്പൊ ആ റൗണ്ടിൽ പാടുവാൻ എത്തുകയാണ് നമ്മുടെ ഹെന്നിസ ഫാത്തിമ. വെൽക്കം ചെയ്തോട്ടെ. ഐ വെൽക്കം ഹെന്നിസ ഓൺ ദി ഫ്ലോർ ഓഫ് ഈസ്റ്റേൺ കുട്ടി കുട്ടി കുട്ടിപ്പട്ടുറുമാൽ. ഹായ്, നല്ല മാല. താങ്ക് യു. കൊള്ളാല്ലേ? നല്ല രസമാണ്. നല്ല രസമുണ്ട്. ഡ്രസ്സിന്റെ കൂടെ ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. കുസൃതി ചോദ്യം. കഴുത്തി ഇടാൻ പറ്റാത്ത മാല. തിരമാല. ഇപ്പം കഥകഥ പാട്ട് റൗണ്ട് അല്ലേ? പെർഫോം ചെയ്യാൻ വേണ്ടി റെഡി ആണോ? മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? നന്നായിട്ട് പെർഫോം ചെയ്യാട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.
പെട്ടെന്ന്. ഇത് ഇബ്രാഹിം നബിയുടെ കുട്ടിയായ ഇസ്മായിൽ നബി ഇബ്രാഹിം നബി സ്വപ്നത്തിൽ കണ്ട് ബലി അറക്കാൻ കൊണ്ട്. അതായിരുന്നു കഥ അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്, എല്ലാവർക്കും കേട്ട് ഒത്തിരി പരിചയമുള്ള കഥയാണ്. നന്നായിട്ട് പാടിട്ടോ. ഇഷ്ടമായോ? നല്ല രസമുണ്ടായി. നല്ല രസമുണ്ടായില്ലേ? നമുക്ക് ജഡ്ജസിന് ഇഷ്ടമായി, നമുക്ക് ചോദിക്കാം. സജിലത്ത. ഹെൻറിസ മോളെ, സത്യം പറയാലോ, മോളുടെ ഈ ഒരു മാറ്റം മറ്റുള്ള എല്ലാ കുട്ടികളും എന്താ പറയാ അറിയണം ശരിക്കും. കാരണം ഇങ്ങനെ ഒരു കുട്ടിക്ക് മാറാൻ പറ്റുമോ? കാരണം എന്തായാലും ഒരു കുട്ടിക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് കാലം എടുക്കും, നമ്മളിങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരാനൊക്കെ അല്ലേ, കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ കഴിഞ്ഞ ഷെഡ്യൂളിലും ഈ ഒരു ഷെഡ്യൂളിലും തമ്മിൽ വലിയ ഗ്യാപ്പ് ഒന്നുമില്ല. അപ്പോഴേക്കും മോളുടെ വോയിസിന് തന്നെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു പാടുന്നവരുള്ള ആ ഒരു കുഞ്ഞു കുഞ്ഞു വെള്ളിയൊക്കെ മാറി നല്ലൊരു ഓപ്പൺ ത്രോട്ടഡ് സിംഗിങ് ആയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് മോൾ ഇങ്ങനെ പാടുന്നതിൽ കേട്ടോ. ഇങ്ങനെ ബെറ്റർ ആയിട്ട് ഇനിയും കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. മോളെ കൊണ്ട് പറ്റും എന്തായാലും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജിലത്ത. നജീംക, ഈ പെട്ടെന്ന് ഈ മാറ്റം വരാൻ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? എന്താ ചെയ്ത്? ഞാൻ ചെയ്തില്ല, പ്രാക്ടീസ് ചെയ്ത്. ആ പ്രാക്ടീസാണ്, അതിന്റെ ഫലമാണ് ഇപ്പൊ കണ്ടത് കേട്ടോ. ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഒരു ഗുണം ഇപ്പൊ കണ്ടു. വളരെ വ്യത്യാസമാണ് പാട്ട്. സംഗതികളൊക്കെ സൂപ്പറായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓരോ ഇബ്രാഹിം പാടുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫാദർ തലയാട്ടി ആസ്വദിക്കുക. അപ്പൊ ശരിക്കും ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, താങ്ക് യു നജീംക. ജിസി ചേച്ചി. മോളെ, എന്താ മാറ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ മാറുമോ? ഞാനിങ്ങള് മോള് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ഹെഡ്ഫോൺ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഞാനും നജീവും കൂടെ പറയുന്നു, ഹെന്നിസയുടെ വോയിസ് ആണ്, അത്രയും പവറായി വോയിസിന്. ഏതായാലും മോളെ കീപ്പ് ഇറ്റ് അപ്പ് ട്ടോ. അങ്ങനെ പോട്ടെ. അവസാനം അനുപല്ലവിയിൽ മോനെ പോയപ്പോൾ ബ്രീതിങ് പോയി. വേറെ ഒന്നും എനിക്ക് പറയാനില്ല, അത്രയും മാറ്റമാണ് കേട്ടോ. അപ്പം ഗ്രൂമേഴ്സിനും വാപ്പയ്ക്കും ഒക്കെ വലിയൊരു ഹാറ്റ്സ് ഓഫ്. കാരണം അതിലൊരു എഫേർട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. താങ്ക് യു ചേച്ചി. ഹാപ്പി ആയില്ലേ? നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് ജഡ്ജസിന് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത് റിഫ്ലക്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ മാർക്സിലും? ഒന്നോ നമുക്ക് മാർക്സ് ചോദിക്കാം. ആദ്യം ആർക്ക് ചോദിക്കാം? സജിലത്ത. ഔട്ട് ഓഫ് 30. On 30, 29. 29 out of 30. Najimka, out of 40. 39. 39 out of 40. Jishi Chichi. On 30, 29. 29 out of 30. So in total, 97 out of 100. Happy ആണോ? എനിക്ക് തോന്നുന്നു ഇതുവരെ പാടിയതിൽ ടോപ്പ് മാർക്കാണോ ഈ എപ്പിസോഡിൽ അല്ലേ? ഇനിയും റൗണ്ടുകളുണ്ട്. അപ്പൊ അതില് ഇതിനെക്കാട്ടും നല്ല മാർക്സ് മേടിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഹെന്നിസ കുട്ടിയുടെ ക്യൂട്ട് പെർഫോമൻസിന് ശേഷം നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം ഓൺ ഈസ്റ്റേൺ കുട്ടി 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 പട്ടുറുമാൽ. ഈസ്റ്റേൺ കുട്ടി പട്ടുറുമാലിന്റെ ടൈറ്റിൽ വിന്നറിന് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് പ്രിൻസ് പട്ടുപാവട, മാർക്കറ്റ് റോഡ്, എറണാകുളം. സെക്കൻഡ് പ്രൈസ് ഇസ് സ്പോൺസർഡ് ബൈ ഫോർവിഷ് മാട്രസ്. മൂന്നാം സമ്മാനം സ്പോൺസർ ചെയ്യുന്നു അമീൻസ് ഫുഡ് പ്രൊഡക്ട്സ്. മനസ്സിന്റെ വേനലിൽ കുട്ടിക്കുരുന്നുകളിൽ ഒരുക്കിയ ഇന്നത്തെ ഇശലിന്റെ പെരുമഴക്കാലം പെയ്തിറങ്ങുകയാണ്. ആ കുളിരോടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും